ഇന്ന് എൻ്റെ പിറന്നാൾ കേട്ടോ. അപ്പോൾ ഞാനും അദ്ദിക്കുട്ടനും അമ്മയും കൂടെ അടുത്തുള്ള അമ്പലത്തിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലം കേട്ടോ. അപ്പോൾ അദ്ദിക്കുട്ടനും അമ്മയും തൊഴുത് പ്രദക്ഷിണൊക്കെ വെച്ചു. എന്നിട്ട് പ്രസാദം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും എൻ്റെ വണ്ടിയുടെ ബാറ്ററി മാറാൻ വേണ്ടി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയുടെ ബാറ്ററി ഒക്കെ മാറി വണ്ടി സ്റ്റാർട്ടായി കേട്ടോ. അപ്പോഴേക്കും അദ്ദിക്കുട്ടൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ പിറന്നാളായതുകൊണ്ട് ഇല കഴിച്ചേക്കെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ റെഡിയായിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് പോകാട്ടോ, തൃശ്ശൂർക്ക്. അപ്പോൾ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോവുകയാണ്. പോണ വഴിക്കൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. മൂവാറ്റുപുഴയും കാലടിയും കൊരട്ടിയൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. റോഡിന്റെ പണി നടക്കണോണ്ട് കേട്ടോ. അപ്പം ഞാൻ 4 മണിക്കൂർ എടുത്ത് ചേച്ചിയുടെ ഫ്ലാറ്റിലെത്താൻ. അങ്ങനെ ഫ്ലാറ്റിലേക്ക് എത്തി ലിഫ്റ്റിലെ റൂമിലേക്ക് പോവാണ്. ആമിക്കുട്ടി എന്നെ കണ്ടതേ തന്നെ അവള് സർപ്രൈസ് ആയി പോയി. അവനിക്കുട്ടി അതെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് എന്റെ പിറന്നാളായതുകൊണ്ട് അവളെ എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കയറിയത് ഭക്ഷണം കഴിച്ചു. കപ്പയും മധുരക്കിഴങ്ങും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും അളിയനുമായിട്ട് പുറത്തേക്ക് പോകട്ടോ, കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് നമ്മൾ നേരെ വീണ്ടും ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റിൽ പോയി ആമിക്കുട്ടിയായിട്ട് കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.